സൗബിൻ ഷായറിൻ്റെ മച്ചാൻ്റെ മാലാഖ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. നമിത പ്രമോദാണ് സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. ഫെബ്രുവരി 27-നാണ് സിനിമയുടെ റിലീസ്. പവൻ കല്യാണിൻ്റെ പുതിയ ചിത്രമായ ദേ കോൾ മീ ഓജി എന്ന സിനിമയുടെ ഗ്ലിംസ് റെഡി ആയിട്ടുണ്ട്. സംക്രാന്തിയിൽ റിലീസ് ചെയ്യുന്ന സിനിമകളോടൊപ്പം ദേ കോൾ മീ ഓജി എന്ന സിനിമയുടെ ഗ്ലിംസ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. 1 മിനിറ്റ് 39 സെക്കൻഡുമാണ് സിനിമയുടെ ഗ്ലിംസിൻ്റെ ദൈർഘ്യം. മമ്മൂക്കയുടെ ഡൊമിനിക് ദ ലേഡി സ്പേസ് എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ ആയിരിക്കും സിനിമ എന്നാണ് തോന്നുന്നത്. അതുപോലെ GVMൻ്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഡൊമിനിക് ദ ലേഡി സ്പേസ്. ഈ വരുന്ന 23-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. പുഷ്പ സിനിമയുടെ റീലോഡഡ് വെർഷൻ, അതായത് സിനിമയിൽ അഡീഷണലായിട്ട് 20 മിനിറ്റും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള സിനിമയുടെ പുതിയ പതിപ്പ് ഈ വരുന്ന 17-ാം തീയതി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. അങ്ങനെ ആകെ മൊത്തം 3 മണിക്കൂറും 40 മിനിറ്റുമാണ് പുഷ്പ 2 സിനിമയുടെ ഡ്യൂറേഷൻ. റൊമാൻസ് എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 14-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിവിൻ പോളിയും ഗൂഗിളും മൂവീസ് ഒന്നിക്കുന്നു. ഇതൊരു ബിഗ് ബജറ്റ് സിനിമയായിരിക്കും എന്നാണ് പറയുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയ്ക്ക് ശേഷമാണ് നിവിൻ പോളി ഗൂഗിളും മൂവീസുമായി ഒന്നിക്കുന്നത്. യഷിൻ്റെ ടോക്സിക് സിനിമയുടെ ഒരു സ്നേക്ക് പിക്ക് വീഡിയോ ഇന്നലെ പുറത്തു വന്നിരുന്നു. യഷിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഈ ഒരു വീഡിയോ ഇന്നലെ സിനിമയുടെ ടീം പുറത്തുവിട്ടിരിക്കുന്നത്. പേഴ്സണലി സിനിമയുടെ സ്നേക്ക് പിക്ക് വീഡിയോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ആഡ് പോലെയാണ് തോന്നിയത്. എന്നിരുന്നാലും യഷിൻ്റെ സ്വാഗൊക്കെ ആ ഒരു വീഡിയോയിൽ കാണാൻ രസമുണ്ടായിരുന്നു. അതുപോലെ BGM, KGFന് ശേഷം യഷ് ചെയ്യുന്നൊരു സിനിമ എന്നൊരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ടോക്സിക് സിനിമയ്ക്കും ഉണ്ടാകും. അപ്പോൾ നല്ലൊരു കണ്ടൻറ്റുള്ള സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും യഷ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ഇന്ന് തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നത്. 2025-ലെ ആസിഫ് അലിയുടെ ആദ്യ ഹിറ്റായിട്ട് രേഖാചിത്രം മാറുമെന്നാണ് തോന്നുന്നത്. സൂര്യയുടെ റിട്രോ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മെയ് 1-ന് തൊഴിലാളി ദിനം പ്രമാണിച്ച് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാർത്തിക് സുബ്രാജിൻ്റെ ഒരു ലവ് ആക്ഷൻ കോമഡി ചിത്രമാണ് റിട്രോ. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.